ജൂലൈ 22 കേട്ടോ ഇക്കാൻ്റെ ബർത്ത്ഡേ വരുന്നത്. പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ ഇക്കാക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. 22 ഇക്കാക്ക് ഫ്രീ ഇല്ല. അപ്പം നമ്മൾ ഒരു 19 ഞായറാഴ്ച കേട്ടോ ഇക്കാക്ക് സർപ്രൈസ് കൊടുത്തത്. അപ്പോൾ നമ്മൾ വീട്ടിൽ രണ്ട് ക്രാഫ്റ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഫുള്ള് സെറ്റാക്കിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്രാഫ്റ്റിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചോളൂ, നമ്മൾ സെറ്റാക്കി തരാം. ഞങ്ങൾ ഷർട്ട് ബോക്സും ബാക്കിയുള്ള കുറച്ച് ബോക്സ് ആക്കിയിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു ബൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കണ്ട അന്ന് മുതൽ ഏത് ബർത്ത്ഡേ വന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കലുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ബർത്ത്ഡേക്കും ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി നോക്കി. പിങ്ക് ബോക്സ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഷർട്ട് വെച്ച ബോക്സ് വീട്ടിലുള്ളതൊരു ബോക്സ് ആയിരുന്നു. അപ്പോൾ ആ തീമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് പിങ്കൊക്കെ വേണ്ടി സെറ്റാക്കി ചെയ്തിട്ടോ. അതുപോലെ ചെറിയൊരു മിനി പൊക്കറ്റും ഞങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കി. ഒക്കെ ഫൈനലായി വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സർപ്രൈസ് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മളൊരു വലിയ കവർക്കാക്കി സെറ്റാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോയത്. കാരണം നമ്മൾ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഒന്നിച്ച് പിടിച്ച് കൊണ്ടുപോകാൻ റിസ്ക്കല്ലേ. അപ്പോൾ നമ്മൾ വലിയ കവറിലാക്കിയിട്ടാണ് ഫുള്ള് കൊണ്ടുപോയിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും ഡ്രസ്സും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ബസ് കയറുന്നിടത്ത് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടന്നിരുന്നു പോയിരുന്നത്. പിന്നെ അവിടെ നമ്മൾ ചെന്നേക്കാൻ നമുക്ക് പെട്ടെന്ന് ബസ് കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ അവിടെ നേരെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലേക്കായിരുന്നു പോയിരുന്നത്. സ്റ്റാൻഡിലെത്തി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുറേ ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഈ സർപ്രൈസ് അങ്ങനെ സക്സസ്ഫുൾ ആയത് കേട്ടോ. ആള് വർക്കിലായിരുന്നു, ആൾക്ക് പുത്തനങ്ങാടി ഇറങ്ങിലായിരുന്നു കേട്ടോ വർക്ക്. അപ്പോൾ ഈവനിങ് കോട്ടയ്ക്കൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആ ഷൂട്ട് ക്യാൻസലാക്കിയിട്ടാണ് ഇപ്പോൾ ഇതിന് വന്നത്. ആ ഫ്രണ്ട് ഉണ്ട് നമ്മളിപ്പോൾ ഫുള്ള് സപ്പോർട്ടുണ്ടായിരുന്നത്. ആള് വർക്ക് കഴിഞ്ഞ് ഇറങ്ങിന്ന് പോണ ടൈമിലായിരുന്നു പുത്തനങ്ങാടി കൂടി പാസ് ചെയ്തിരുന്നത്. നമ്മൾ ആ ടൈമിൽ പുത്തനങ്ങാടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കണ്ടിരുന്നു, പക്ഷെ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആള്. നമ്മൾ വിചാരിച്ചു സർപ്രൈസ് ഫുള്ള് പൊളിനൊന്നു, പക്ഷേ സർപ്രൈസ് പൊളിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ സെറ്റായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പറ്റിട്ടോ. ആൾ ഫ്രണ്ടിനെ ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചിരുന്നു ഈവനിങ് എന്തെങ്കിലും പരിപാടി ഉണ്ടോയെന്ന്. അപ്പോൾ ആൾക്കില്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും സൺഡേനെ ഫിക്സ് ചെയ്തിട്ടോ അത്. ഇക്കാൻ്റെ ഫ്രണ്ട് കുറച്ച് റിസ്ക് എടുത്തിക്കണം കേട്ടോ ഇക്കാനെ ഈ സ്ഥലത്തേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഈവനിങ് നാളത്തെ ഷൂട്ട് കഴിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാം സെറ്റായി കിട്ടിയിരുന്നു. പിന്നെ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തിയപ്പോഴത്തേനും ഓല് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ എത്തിക്കണം. പിന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് പോയിട്ട് സെറ്റാക്കിട്ടോ. നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിരുന്നത് പെരിന്തൽമണ്ണയിലുള്ള പ്ലാൻ കഫേലായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് റഷൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു ടേബിൾ കിട്ടിയോണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടോ. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ആർക്കെങ്കിലും ബർത്ത്ഡേ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി സെറ്റ് ചെയ്തോളൂ. ഞങ്ങൾ സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് ഫാൻസിൽ കയറിട്ടോ. ബലൂണും സാധനങ്ങളും വാങ്ങാണ്ടായിരുന്നു. കുറേ ഫാൻസി ചോദിച്ചു, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ബലൂണ് മാത്രം കിട്ടിയിട്ടുള്ള വെക്കണ സ്റ്റാൻഡും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ നേരെ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയിരുന്നത് പ്ലാന്റ് കഫേക്ക്. അവർ ഓൾറെഡി പെരിന്തൽമണ്ണ എത്തിയോണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് പോയി അവിടുത്തെ കാര്യങ്ങൾ ഫുള്ള് സെറ്റാക്കി. നമ്മൾ ചെന്നേക്കെ നമ്മൾ കേക്കാട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ പുറത്ത് ഇവൻറ്റ് സെറ്റാക്കിയേക്ക് അവർ നമുക്ക് കേക്ക് കൊടുന്നു തന്നു. നമ്മൾ പിന്നെ റെഡ് വെൽവെറ്റ് കേക്ക് കേട്ടോ ചൂസ് ചെയ്തിരുന്നത്. സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ആളവിടെ പുറത്തുണ്ട്, പക്ഷെ നമുക്ക് ഭയങ്കര ടെൻഷനായി നിൽക്കണം. ഞങ്ങൾ ഫുള്ള് സെറ്റാക്കൽ കഴിഞ്ഞിട്ട് ഇക്കാൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞു കേട്ടോ, ഞങ്ങൾ സെറ്റാക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നോളിന്ന് പറഞ്ഞിട്ട്. നമുക്ക് എക്സൈറ്റ്മെൻറ്റും ടെൻഷനും കൂടെ ഒരു നിറഞ്ഞ സമയമുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരുന്നില്ല. ലാസ്റ്റ് ഫ്രണ്ട് വണ്ടിയിൽ നിന്ന് വന്നിറങ്ങിയിട്ട് അവിടെയൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് പിന്നെ ആള് രണ്ടാമത് പോയിട്ടാണ് ആളെ വിളിച്ച് വന്നത്.
ഇന്നല്ലോ ഇതൊക്കെ സമ്മാനം ലേശം ഇതൊക്കെ ഗിഫ്റ്റിന് ഉറപ്പാ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് ആഡ് ചെയ്യല്ലേ ചെലവിരിക്കാറില്ലോ കറക്റ്റായി ബില്ലൊക്കെ ഇതിപ്പോ എന്റെ ഗൂഗിൾ പേ പോയിട്ടുണ്ടാവും രാത്രി സർപ്രൈസ് എന്തായാലും ആൾക്ക് ഏറ്റിക്കണം. കാരണം എന്താ വെച്ചാൽ 1 മാസം മുന്നേ നമ്മൾ ഓൾറെഡി ഒരു സർപ്രൈസ് കൊടുത്തിരുന്നു ആൾക്ക്. ബർത്ത്ഡേൻ്റെ സർപ്രൈസ് ആണ്, സർപ്രൈസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സർപ്രൈസ് ആൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. സർപ്രൈസ് കൊടുക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ച് നമ്മൾ അവിടെ ഇരുന്നു. ആൾക്ക് അന്നെടുത്ത വർക്ക് കുറച്ച് കോപ്പി ചെയ്ത് കൊടുക്കാനും എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പിന്നെ പോകുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അങ്ങാടിപ്പുറത്തുള്ള മാമിക്കായിരുന്നു കേട്ടോ.
ഗൈസ് സർപ്രൈസ് കൊടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ കൊടുക്കാൻ